ഹലോ ഹായ് ഞാൻ മിഥില. നമ്മളിന്ന് HSI ഫിസിക്കൽ സയൻസിലെ ഫിസിക്സിലെ ഭാഗങ്ങളാണ് നോക്കുന്നത്. ഫിസിക്സിൽ നമുക്കറിയാം സിലബസിൽ നിലവിൽ 4 മൊഡ്യൂളാണ് നമുക്ക് തന്നിട്ടുള്ളത്. മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3, മൊഡ്യൂൾ 4. ബാക്കി മൊഡ്യൂള് 4 ബാക്കി വരുന്ന 4 കെമിസ്ട്രിയിലാണ് വരുന്നത്. അപ്പോൾ ഫിസിക്സിലെ മൊഡ്യൂൾ 1 നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതെല്ലാമാണ്. പാർട്ടിക്കിൾ ഡൈനാമിക്സ്, ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷനും റൊട്ടേഷണൽ ഡൈനാമിക്സും, കൺസർവേഷൻ ലോസ്, ലീനിയർ മൊമെന്റം, ആംഗുലർ മൊമെന്റം, പിന്നെ എനർജി കൺസർവേഷൻ ലോസ്, പിന്നെ സിമ്പിൾ ഹാർമോണിക് മോഷൻ, ഡാംഡ് ആൻഡ് ഫോഴ്സ്ഡ് ഓസിലേഷൻസ്, വേവ് മോഷൻ, പ്രോഗ്രസീവ് വേവ്സ്, superposition of waves, Doppler effect, frames of reference, special theory of relativity, elasticity, Young's modulus, rigidity modulus, bulk modulus, surface tension and viscosity. ഇത്രയും പാർട്ട് നമുക്ക് മലയാളത്തിലാണ് പഠിക്കാനുള്ളത്. നമ്മുടെ സബ്ജക്റ്റ് കെമിസ്ട്രിയും ഫിസിക്സും നമുക്ക് മലയാളത്തിലാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കാം. ബാക്കി 20 മാർക്ക് GK, അതുപോലെ തന്നെ മെത്തഡോളജി ഓഫ് സ്പീക്കിംഗ് സബ്ജക്ട്സ് ഒക്കെ വരുന്നത് മീഡിയം ഇംഗ്ലീഷിലായിരിക്കും. സബ്ജക്റ്റ് മലയാളം മീഡിയത്തിലും ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം നമുക്ക് എല്ലാം ടഫ് ക്വസ്റ്റ്യൻസ് ഒന്നും ആയിരിക്കില്ല, സിമ്പിൾ ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പം നമുക്ക് ഏറ്റവും ബേസ് മുതൽ തുടങ്ങണം. ഏത് കാര്യങ്ങളാണെങ്കിലും ബേസ് മുതൽ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. അതിൽ നമ്മൾ SCRT മുതൽ തന്നെയാണ് നമ്മൾ നോക്കുന്നത്. SCRT, പിന്നെ NCERT ടെക്സ്റ്റ് +1 +2, പിന്നെ ഡിഗ്രി ലെവലിലുള്ളതും കൂടെ നോക്കണം. അപ്പോൾ ഈ പാർട്ടിൽ അധികവും നമുക്ക് ഡിഗ്രി ലെവലിലും കുറേ പഠിക്കാനുണ്ട്. ഡിഗ്രി ലെവലിൽ നമുക്കറിയാം പല പബ്ലിക്കേഷൻസിൽ നിന്നാണ് വരുന്നത്. പിന്നെ +1 +2 NCERT ടെക്സ്റ്റ് ബുക്സിലെ ക്വസ്റ്റ്യൻസ്, അതിൽ ടെക്സ്റ്റ് ബുക്സ് സോൾവ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ ഒരു നീറ്റ് ലെവലിലൊക്കെ ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ്, എല്ലാം ഒന്നും വേണ്ട, എന്നാലും അതും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും തുടങ്ങുന്നത് ഏത് ടോപ്പിക്കും നമുക്ക് 8, 9, 10 ക്ലാസ്സുകളിലുള്ള ബേസ് മുതലായിരിക്കും നമ്മൾ തുടങ്ങുന്നത്. ഇപ്പോൾ പാർട്ടിക്കിൾ ഡൈനാമിക്സ്, ഈ പാർട്ടിക്കിൾ ഡൈനാമിക്സിന്റെ മലയാളമാണ് കണികാഗതികം. കണികാഗതികം എന്ന് പറയുന്നതാണ് പാർട്ടിക്കിൾ ഡൈനാമിക്സിന്റെ മലയാളം പോലെ. ഒരു വസ്തു ചലനത്തിലായിരിക്കുമ്പോൾ പ്രയോഗിക്കുന്ന ബലങ്ങളെക്കുറിച്ചും അവയുടെ ഫലങ്ങളെക്കുറിച്ചും പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് കണികാഗതികം അല്ലെങ്കിൽ പാർട്ടിക്കിൾ ഡൈനാമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ കണികാഗതികം എന്ന രീതിയിൽ ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടണം. പാർട്ടിക്കിൾ ഡൈനാമിക്സ് ചോദിച്ചാൽ നമുക്ക് മിക്കപ്പോഴും അറിയാമായിരിക്കും. കണികാഗതികം എന്ന് പറയുന്നത് വസ്തു ചലനത്തിലായിരിക്കുമ്പോൾ പ്രയോഗിക്കുന്ന ബലങ്ങൾ, അതുപോലെ തന്നെ അതിന്റെ ഫലങ്ങൾ, ഇതിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് കണികാഗതികം. എന്താണ് ചലനം? ഇത് നമ്മുടെ SCRT-യിൽ 9-ലും 10-ലും ചലനത്തിനെ കുറിച്ച് പഠിക്കാനുണ്ട്. 8-ൽ ജസ്റ്റ് ഒന്ന് തുടങ്ങുന്നുണ്ട്, ബലവും ചലനവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ചാപ്റ്റർ. പിന്നെ നമുക്ക് ഇപ്പോൾ മാറിയ 9-ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ചലന സമവാക്യങ്ങൾ 2 ചാപ്റ്റർ വരുന്നുണ്ട്. അതിൽ നിന്നും 10-ാം ക്ലാസ്സിൽ ആണ് നമുക്ക് ഇതിന്റെ ബേസ് എന്ന് പറയുന്നത്. ഒരു നിശ്ചിത സമയത്തിൽ ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിന് സ്ഥാനമാറ്റം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ വസ്തു ചലനത്തിലാണെന്ന് പറയാം. അപ്പൊ നമുക്ക് സ്റ്റേറ്റ്മെന്റ് രീതിയിൽ വരുമ്പോൾ നമുക്കറിയാം, ഒരു ക്വസ്റ്റ്യനിൽ ഒരു 2 or 3 ക്വസ്റ്റ്യൻസോ സ്റ്റേറ്റ്മെന്റ്സോ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ തന്നെ ലെവൽ വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് 2 ക്വസ്റ്റ്യൻ അറിയാമെങ്കിൽ 3-ാമത്തെ ക്വസ്റ്റ്യൻ കൂടെ അറിഞ്ഞാൽ മാത്രം എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു നിശ്ചിത സമയത്തിൽ ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിന് സ്ഥാനം മാറുന്നുണ്ടെങ്കിലാണ് നമ്മൾ ആ വസ്തു ചലനത്തിലാണെന്ന് പറയുക. ഒരു നിശ്ചിത സമയത്തിൽ ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിന് സ്ഥാനമാറ്റം ഉണ്ടാകുന്നില്ലെങ്കിൽ ആ വസ്തു നിശ്ചലാവസ്ഥയിലാണെന്ന് പറയാം. അപ്പോ വസ്തു നിശ്ചലാവസ്ഥയും അതുപോലെ തന്നെ വസ്തുവിന്റെ ചലനാവസ്ഥയും ചലനത്തിലാണെന്ന് പറയുന്നത് എങ്ങനെയാണ്? ആപേക്ഷികമായിട്ടാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം ചലനം ആപേക്ഷികമാണ് എന്ന് പറയാം. അതിന്റെ കാരണം ഒരു വസ്തുവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മറ്റു വസ്തു ചലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു വസ്തുവിന്റെ ചലനാവസ്ഥയും നിശ്ചലാവസ്ഥയും പ്രതിപാദിക്കാൻ നാം ഏതൊരു വസ്തുവിനെയാണ് അടിസ്ഥാനമാക്കി എടുക്കുന്നത് ആ വസ്തുവിനെയാണ് നമ്മൾ അവലംബക വസ്തു എന്ന് പറയാം. ഒരു വസ്തുവിന്റെ ചലനാവസ്ഥയും നിശ്ചലാവസ്ഥയും പ്രതിപാദിക്കാൻ നമ്മൾ ഏത് വസ്തുവിനെയാണ് ആധാരമാക്കി അല്ലെങ്കിൽ ഏത് വസ്തുവിനെ അടിസ്ഥാനമാക്കിയിട്ടാണോ നമ്മൾ മറ്റൊരു വസ്തു ചലിക്കുന്നുണ്ടെന്ന് പറയുന്നെങ്കിൽ
ആ വസ്തുവിനെയാണ് നമ്മൾ ഫ്രെയിംസ് ഓഫ് റെഫറൻസ് അല്ലെങ്കിൽ അവലംബക വസ്തു എന്ന് പറയുന്നത്. നമ്മൾ രണ്ട് ഇംഗ്ലീഷ് ടേമും മലയാളം ടേമും നമ്മൾ മനസ്സിലാക്കി വെക്കണം. കുറെ ഗ്യാപ്പ് ഉള്ളവരൊക്കെ ആണെങ്കിൽ SCERT തന്നെ വായിച്ചു തുടങ്ങണം. നമ്മൾ എടുക്കുന്നുണ്ടെങ്കിലും ടെക്സ്റ്റ് ബേസ് ആയിട്ട് എടുത്ത് വായിച്ചു തന്നെ തുടങ്ങണം. അപ്പോൾ അവലംബക വസ്തു. അപ്പൊ ഇതൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെന്റിൽ വന്നു കഴിഞ്ഞാൽ ചോദിച്ചാൽ അറിയണം. ചലനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ചലനം പറയുന്നത് ചലനം ആപേക്ഷികമാണ്. ആ ചലിക്കുന്ന വസ്തുവും നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന വസ്തുവും എന്താണ് ചലനാവസ്ഥയും നിശ്ചലാവസ്ഥയും പ്രതിപാദിക്കാൻ നമ്മൾ എടുക്കുന്ന വസ്തുവിനെയാണ് നമ്മൾ അവലംബക വസ്തു അല്ലെങ്കിൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. ഇനി അവലംബക വസ്തുവിനെ അപേക്ഷിച്ച് ഒരു വസ്തുവിന്റെ സ്ഥാനം മാറുന്നുണ്ടെങ്കിൽ ആ വസ്തു ചലനത്തിലാണ്. സ്ഥാനം മാറുന്നില്ലെങ്കിൽ ആ വസ്തു നിശ്ചലാവസ്ഥയിലുമാണ് നമ്മൾ പറഞ്ഞു. പിന്നെ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും ഭൂമിയോടൊപ്പം ചലിക്കുന്നുണ്ട്. അത് നമുക്ക് ബഹിരാകാശത്ത് ഇതൊക്കെ SCERTയിലുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് കേട്ടോ. ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും ഭൂമിയോടൊപ്പം ചലിക്കുന്നുണ്ട്. ബഹിരാകാശത്ത് നിന്ന് നോക്കിയാൽ ഈ ചലനം നമുക്ക് തിരിച്ചറിയാനാവും. ഇനി ഭൂമി സ്വയം തിരിയുന്നത് ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ ഭൂമി സ്വയം തിരിയുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്ത് മണിക്കൂറിൽ ഏകദേശം 1667 കിലോമീറ്റർ വേഗത്തിലാണ്. ഭൂമി സ്വയം തിരിയുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്ത് ഭൂമിയുടെ ഭ്രമണം 1667 km/h വേഗത്തിലാണ്. ഇത് സൂര്യനെ ചുറ്റുന്നതോ മണിക്കൂറിൽ ഏകദേശം 106,000 അല്ലെ 106,000 km/h. അപ്പൊ ഈ km/h യൂണിറ്റ് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഭൂമധ്യരേഖാ പ്രദേശത്ത് മണിക്കൂറിൽ ഏകദേശം 1667 കിലോമീറ്റർ വേഗത്തിലും സൂര്യനെ ചുറ്റുന്നത് ഏകദേശം 106,000 km/h വേഗത്തിലുമാണ്. ഇതെല്ലാം സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ SCERTയിൽ കോളമായിട്ട് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. ദെൻ ബലവും ചലനവും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കൾ ബലം പ്രയോഗിച്ച് ചലിപ്പിക്കാം. ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനും നമ്മൾ ബലം പ്രയോഗിക്കുന്നതിലൂടെ സാധിക്കും. ചലനത്തിന്റെ ദിശ മാറ്റാനും ചലനവേഗം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ നമ്മൾ ബലം പ്രയോഗിക്കണം. അപ്പൊ നമുക്ക് ചെറിയ അടിസ്ഥാനപരമായിട്ട് നമുക്ക് ചിലപ്പോൾ ചോദിക്കും എങ്ങനെയാണ് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ബലം പ്രയോഗിച്ച് ചലിപ്പിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനും ബലം പ്രയോഗിക്കുന്നതിലൂടെ സാധിക്കും. ഒരു വസ്തുവിനെ ചലിക്കുന്ന വസ്തുവിനെ നിശ്ചലമാക്കാനും നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിനെ ചലിപ്പിക്കാനും നമ്മൾ പുറത്തുനിന്ന് ഒരു ബലം പ്രയോഗിക്കണം. അത് ആന്തരിക ബലം ആവരുത്. ഒരു വസ്തുവിന്റെ നേർരേഖയിൽ പിന്നെ നമുക്ക് ടൈപ്പ് ഓഫ് ചലനങ്ങളാണ്. ചലനങ്ങൾ പല രീതിയിലുണ്ട് നമുക്കറിയാം. വസ്തുവിന്റെ നേർരേഖാ ചലനമുണ്ട്, ഭ്രമണമുണ്ട്, വൃത്തപാതയിലൂടെയുള്ള ചലനമാണ് വർത്തുള ചലനം. പിന്നെ വർത്തുള ചലനം. ദെൻ വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം. ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ കമ്പനം എന്ന് പറയാം. ഇത് ദോലനങ്ങളാണ്. ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ കമ്പനം എന്ന് പറയും. ഇതെല്ലാം ബേസ് ആണ് എങ്കിൽ പോലും നമ്മൾ ഓരോ സ്റ്റേറ്റ്മെന്റും വൃത്തിക്ക് പഠിച്ചു പോയാൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയി ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതെന്തെല്ലാമാണ് അതിന്റെ ഉദാഹരണങ്ങളൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരുന്നത് എല്ലാം നമുക്ക് അറിയുന്നതായിരിക്കും. നേർരേഖാ ചലനത്തിന് ഉദാഹരണം, ഭ്രമണത്തിന് ഉദാഹരണം പമ്പരം തിരിയുന്നത്, ഭൂമിയുടെ ഭ്രമണം, വൃത്തപാതയിലൂടെയുള്ള ചലനം, പരിക്രമണങ്ങൾ, അതുപോലെ തന്നെ ഫാനിന്റെ ദളങ്ങളുടെ ചലനം. അപ്പൊ ഈ SCERT ടെക്സ്റ്റ് ബുക്കിൽ ഇതിന്റെ ഒരു ലാംഗ്വേജ് ഉണ്ട്. ആ സയൻസിന്റെ ടേംസും കാര്യങ്ങളൊക്കെ ഉള്ള ലാംഗ്വേജ് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. പിന്നെ വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം. നമുക്കറിയാം ഊഞ്ഞാല്, പെൻഡുലം. ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ കമ്പനം എന്ന് പറയാം. പിന്നെ നമ്മുടെ 1 dimension, 3 dimension, 3 dimensional മോഷന്റെ മലയാളം ടേമുകളാണ് ഏകമാന ചലനം, 1 dimensional മോഷൻ. ഏകമാന ചലനങ്ങൾ വിവരിക്കാൻ ഒരു അക്ഷം മതി. അക്ഷരമല്ല കേട്ടോ, അക്ഷം. ഉദാഹരണമാണ് നേർരേഖയിലുള്ള വാഹനത്തിന്റെ ചലനം. അതായത് ഒരു ഡയമെൻഷൻ അതായത് ഏകമാന ചലനം. അത് ഒരു അക്ഷം അടിസ്ഥാനമാക്കിയിട്ടുള്ള ചലനങ്ങളാണ്. അതായത് അത് വിവരിക്കാൻ നമുക്ക് ഒരു അക്ഷം മതി. ദ്വിമാന ചലനങ്ങൾ അതിന്റെ ഇംഗ്ലീഷ് ടേം 2 dimensional മോഷൻ. ഇത് വിവരിക്കാൻ നമുക്ക് 2 അക്ഷങ്ങൾ ആവശ്യമാണ്. പ്രൊജക്ടൈൽ മോഷൻ ഒക്കെ 2 dimension ആണ്. പിന്നെ 3 dimensional മോഷൻ, ത്രിമാന ചലനം. ത്രിമാന ചലനത്തിനും 3 അക്ഷങ്ങൾ ആവശ്യമാണ്. ഉദാഹരണം ആകാശത്ത് പറക്കുന്ന പക്ഷിയൊക്കെ.
Then സമചലനം എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. നേർരേഖയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തു സമയത്തിന്റെ തുല്യ ഇടവേളകളിൽ തുല്യ ദൂരങ്ങൾ സഞ്ചരിച്ചാൽ അതിനെ നേർരേഖയിലുള്ള സമചലനം എന്ന് പറയും. നേർരേഖയിലൂടെയുള്ള സമചലനം. നേർരേഖയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തു നേർരേഖയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തു സമയത്തിന്റെ തുല്യ ഇടവേളകളിൽ ഓരോ 5 മിനിറ്റിനും തുല്യ ദൂരം 10 കിലോമീറ്റർ വെച്ചാണ് നമ്മൾ സഞ്ചരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ നേർരേഖയിലൂടെയുള്ള സമചലനം എന്നൊക്കെ പറയും. ഇപ്പൊ കാറിന്റെ ഒക്കെ ചലനങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും. സമചലനത്തിലാണ് പോകുന്നതെന്ന് പറയാം. ഇനി നമുക്ക് ഈ ചലനവുമായി ബന്ധപ്പെട്ട ബേസ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറെ ടേംസുകളുണ്ട്. ദൂരം, സ്ഥാനാന്തരം, വേഗം, പ്രവേഗം, ത്വരണം, മന്ദീകരണം, ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലെ ഇതിന്റെ ബേസ് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് ദൂരവും സ്ഥാനാന്തരവും. എന്താണ് ദൂരം, എന്താണ് സ്ഥാനാന്തരം? സഞ്ചരിച്ച പാതയുടെ നീളത്തിനെയാണ് നമ്മൾ ദൂരം എന്ന് പറയുന്നത്. സഞ്ചരിച്ച പാതയുടെ നീളമാണ് ദൂരം. ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരത്തിനെയാണ് നമ്മൾ സ്ഥാനാന്തരം എന്ന് പറയുക. അതിന് ദിശ പറയുന്നുണ്ട്. അതായത് A to B ആണെങ്കിൽ A to B എന്ന് തന്നെ പറയും. എയിൽ നിന്നും ബിയിലേക്ക്, അല്ലെങ്കിൽ ഇപ്പൊ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക്, തിരിച്ചു വീട്ടിൽ നിന്ന് സ്കൂളിലേക്കാണെങ്കിൽ അതിന്റെ ദിശ മാറി. അപ്പൊ ദൂരം എന്ന് പറയുമ്പോൾ എത്ര ദൂരം, എത്ര നീളം സഞ്ചരിച്ചിട്ടുണ്ട്, ആ സഞ്ചരിച്ച പാതയുടെ നീളത്തിനെയാണ് നമ്മൾ ദൂരം എന്ന് പറയുന്നത്. എന്നാൽ സ്ഥാനാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രത്യേകമായിട്ട് നമ്മൾ ദിശ പറയുന്നുണ്ട്. ഈ ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം. ഇതിന് ദിശയും പരിമാണവും ഉണ്ട്. ദിശ ഉണ്ട്, പരിമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അളവുണ്ട്. ഇതിന്റെ യൂണിറ്റ് മീറ്റർ ആണ്, ദൂരത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും ചിലപ്പോൾ. ദൂരത്തിന്റെയും സ്ഥാനാന്തരത്തിന്റെയും യൂണിറ്റ് മീറ്റർ ആണ്, ശരിയാണോ? പിന്നെ ഈ സ്റ്റേറ്റ്മെന്റ് 1, 2 ശരി, 3, 4 ശരി, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഓരോ സ്റ്റേറ്റ്മെന്റും നല്ലോണം ശ്രദ്ധിച്ച് തന്നെ നോക്കി പോവാം. ഒരു വസ്തു സഞ്ചരിക്കുന്നത് നേർരേഖയിലൂടെ ഒരേ ദിശയിലായിരിക്കുമ്പോൾ അതിന്റെ ദൂരത്തിന്റെയും സ്ഥാനാന്തരത്തിന്റെയും അളവുകൾ തുല്യമായിരിക്കും. ഇതെല്ലാം ഓരോ സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഒരു വസ്തു സഞ്ചരിക്കുന്നത് നേർരേഖയിലൂടെ ഒരേ ദിശയിലായിരിക്കുമ്പോൾ അതിന്റെ ദൂരത്തിന്റെയും സ്ഥാനാന്തരത്തിന്റെയും അളവുകൾ തുല്യമായിട്ടാകും വരിക. അപ്പോൾ നമ്മൾക്കറിയാം, നമ്മൾ പറയാണ് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് നേർരേഖാ ദൂരത്തിൽ പോവുകയാണെങ്കിൽ അത് നേർരേഖയിലെ ഒരേ ദിശയിലാണ് പോകുന്നതെങ്കിൽ അതിന്റെ ദൂരവും സ്ഥാനാന്തരത്തിന്റെ അളവ് തുല്യമായിരിക്കും. പിന്നെ ഒരു സ്ഥാനത്ത് നിന്നും മറ്റൊരു സ്ഥാനത്തേക്ക് ഏത് പാതയിലൂടെ സഞ്ചരിച്ചാലും ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള ദൂരമാണ് നമ്മൾ സ്ഥാനാന്തരം എന്ന് പറയാം. സ്ഥാനാന്തരം 0 ആവാം, പക്ഷെ ദൂരം ഒരിക്കലും 0 ആവില്ല. നമ്മൾ എത്ര ദൂരം സഞ്ചരിച്ചു എന്നാൽ ഇപ്പോൾ ഒരു സ്ഥാനത്ത് നിന്ന് തുടങ്ങി അതേ സ്ഥാനത്ത് തന്നെ അവസാനിക്കുകയാണെങ്കിൽ സ്ഥാനാന്തരം 0 ആയിരിക്കും. അപ്പൊ സ്ഥാനാന്തരം 0 ആയിരിക്കും, പക്ഷെ അതാണ് ഇവിടെ പറയുന്ന ഒരു ചലനഗതിയിൽ സ്ഥാനാന്തരത്തിന്റെ അളവ് 0 ആവാം, എന്നാൽ അവിടെയുള്ള ദൂരം 0 ആകില്ല. വാഹനങ്ങൾ സഞ്ചരിച്ച ദൂരം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓഡോമീറ്റർ. ഓഡോമീറ്ററും സ്പീഡോമീറ്ററും മാറരുത്. മറ്റത് വാഹനങ്ങൾ സഞ്ചരിച്ച ദൂരം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓഡോമീറ്റർ. ഇത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് ചോദിക്കാറുണ്ട്, ഓഡോമീറ്ററും സ്പീഡോമീറ്ററും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ യൂണിറ്റുകൾ, ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ബേസ് ലെവലിൽ PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് യൂണിറ്റും കാര്യങ്ങളൊക്കെ. ഒരു ഡിഗ്രി ലെവൽ ആകുമ്പോൾ നമുക്കൊരു NCERT ലെവലിൽ നിന്നൊക്കെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും കിട്ടും. നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു ചലനഗതിയിൽ സ്ഥാനാന്തരത്തിന്റെ അളവ് 0 ആവാം, എന്നാൽ അവിടെയുള്ള ദൂരം ഒരിക്കലും 0 ആവില്ല. അപ്പോൾ ആദ്യ സ്ഥാനത്ത് തുടങ്ങി ഇപ്പോൾ സ്കൂളിൽ നിന്ന് ഉടനെ പോസ്റ്റ് ഓഫീസിൽ പോയി, പോസ്റ്റ് ഓഫീസിൽ നിന്ന് വീണ്ടും വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക്, സ്കൂളിൽ നിന്ന് പോസ്റ്റ് ഓഫീസിൽ പോയി തിരിച്ച് വീട്ടിലെത്തി എന്ന് പറഞ്ഞാൽ അവിടെ സ്ഥാനാന്തരം 0 ആണ്, പക്ഷെ ദൂരം 0 ആവില്ല. സ്ഥാനാന്തരം പ്രസ്താവിക്കുമ്പോൾ സഞ്ചരിച്ച ദൂരത്തിന്റെ അളവിനോടൊപ്പം പരിമാണത്തോടൊപ്പം ദിശയും കൂടെ സൂചിപ്പിച്ചാൽ മാത്രമേ അത് പൂർണ്ണമാവുകയുള്ളൂ. ഇത്തരത്തിൽ അളവിനോടൊപ്പം അല്ലെങ്കിൽ പരിമാണത്തോടൊപ്പം ദിശ കൂടി പ്രസ്താവിക്കേണ്ടി വരുന്ന ഭൗതിക അളവുകളെയാണ് നമ്മൾ സദിശ അളവുകൾ എന്ന് പറയുന്നത്. ദിശ പ്രസ്താവിക്കേണ്ടതില്ലാത്ത അളവുകളെ അദിശ അളവുകൾ എന്നും പറയും. അപ്പോൾ നമ്മൾ സ്ഥാനാന്തരം പറയാൻ ദിശ മസ്റ്റ് ആണെന്ന് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അത് സദിശ അളവാണ്. ആ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ ആ എന്ന് ഉപയോഗിക്കാം. വേണ്ടാത്തത്, അപ്പൊ ദിശ വേണ്ടാത്തത് അദിശ, ദിശ വേണ്ടത് സദിശ അളവുകൾ. നമ്മൾ സ്കാലാർ വെക്ടർ ക്വാണ്ടിറ്റി ഒക്കെ ആയിരിക്കും. മലയാളം
ഇതൊക്കെ എന്തായാലും മലയാളം ടേമുകൾ തന്നെ നോക്കിയിരിക്കണം. കാരണം SCERT പറയുന്നതാണ്. സദിശ അളവുകളും അദിശ അളവുകളും ഏതാണെന്ന് പിന്നെ നമുക്ക് ഓരോന്നും ഏതാണെന്ന് പട്ടികപ്പെടുത്തിയിട്ട് നോക്കണം. ഇനി അതിൽ നിന്ന് തന്നൊരു ക്വസ്റ്റ്യൻ ആണത്. സ്ഥാനാന്തരവും ദൂരവും തമ്മിലുള്ള അംശബന്ധം A 1 ആയിരിക്കും, B 1 ചെറുതോ അല്ലെങ്കിൽ തുല്യമോ ആയിരിക്കും, 1 വലുതായിരിക്കും, 1 ചെറുതായിരിക്കും. സ്ഥാനാന്തരവും ദൂരവും തമ്മിലുള്ള അംശം. ഇതിന്റെ ആൻസർ എന്തായിരിക്കും വരിക? ഇതിന്റെ ആൻസർ ബി ആയിരിക്കും. 1 ചെറുതോ അല്ലെങ്കിൽ തുല്യമോ ആയിരിക്കും. 1 സ്ഥാനാന്തരവും ദൂരവും തമ്മിലുള്ള അംശമുണ്ട്. 1 എപ്പോഴാണ് നേർരേഖയിൽ എന്ന് പ്രസ്താവിക്കുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. 1 ചെറുതോ അല്ലെങ്കിൽ തുല്യമോ ആയിരിക്കും എന്നാണ്. ഇത് NHSE 2016 ഒരു ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ. ചലനത്തിലുള്ള ഒരു വസ്തുവിന്റെ ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേർരേഖാ ദൂരത്തിന് നമ്മൾ എന്ത് പറയും? അപ്പൊ നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. അവലംബം, സ്ഥാനാന്തരം, ദൂരം, പ്രവേഗം. ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ചലനത്തിലുള്ള ഒരു വസ്തുവിന്റെ ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം, അല്ലെ? അതിന്റെ ആൻസർ ബി ആണ്. തേർഡ് ക്വസ്റ്റ്യൻ. വസ്തു നേർരേഖാ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ ചലിക്കുമ്പോൾ എന്താണ് ആൻസർ വരിക? ഒരു വസ്തു നേർരേഖാ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ദൂരം സ്ഥാനാന്തരത്തിനേക്കാൾ കൂടുമോ? ദൂരം സ്ഥാനാന്തരത്തിനേക്കാൾ കുറവാണ്. സി ദൂരം ഇസ് ഈക്വൽ ടു സ്ഥാനാന്തരം. ഇവയൊന്നുമല്ല. ചിലപ്പോ എയും ബിയും ശരി അങ്ങനെയൊക്കെ ഓപ്ഷൻസ് വരും കേട്ടോ. ഇത് നേർരേഖാ പാതയിലൂടെ ചലിക്കുമ്പോൾ വസ്തുവിന്റെ ദൂരവും സ്ഥാനാന്തരവും തുല്യമായിരിക്കും. സി ആണ് ആൻസർ. ഓക്കെ. അടുത്ത ചലനവുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളാണ് വേഗം. വേഗം എന്ന് പറഞ്ഞാൽ യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരമാണ് വേഗം. യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരത്തിനെയാണ് വേഗം എന്ന് പറയാം. വേഗം ഒരു അദിശ അളവാണ്. ദിശ വേണ്ട. ഇത്ര വേഗം കിഴക്കോട്ട്, ഇത്ര വേഗം തെക്കോട്ട് എന്ന് നമ്മൾ പറയാറില്ലല്ലോ. യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. വേഗം കണ്ടെത്താനുള്ള, അപ്പൊ സ്പീഡ് കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ് ദൂരം ഡിവൈഡഡ് ബൈ ടൈം. സമയത്തിന് ദൂരം ഡിവൈഡഡ് ബൈ സമയം. അതാണ് വേഗം. യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരത്തിന് നമ്മൾ വേഗം എന്ന് പറയും. അതൊരു അദിശ അളവാണ്. യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. വേഗം കണ്ടെത്താനുള്ള ഇക്വേഷൻ വേഗം ഈസ് ഈക്വൽ ടു ദൂരം ബൈ സമയം. അടുത്ത വരുന്നത് പ്രവേഗമാണ്. ദൂരവും പ്രവേഗവും മാറിപ്പോയത്. യൂണിറ്റ് സമയത്തിനുണ്ടായ സ്ഥാനാന്തരം പ്രവേഗവും യൂണിറ്റ് സമയത്ത് സഞ്ചരിച്ച ദൂരം വേഗവുമാണ്. ഇത് ഒരു സദിശ അളവാണ്. സ്ഥാനാന്തരം നമുക്കറിയാം സദിശ അളവാണ്, ദിശ വേണം. സ്ഥാനാന്തരമാണ്, യൂണിറ്റ് സമയത്തിലുണ്ടായ സ്ഥാനാന്തരമാവും പ്രവേഗമാകുമ്പോൾ അതൊരു സദിശ അളവാണ്. യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. അപ്പൊ ചിലപ്പോൾ വേഗവും പ്രവേഗത്തിന്റെയും യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. പ്രവേഗം കണ്ടെത്താനുള്ള സമവാക്യം പ്രവേഗം ഈസ് ഈക്വൽ ടു സ്ഥാനാന്തരം ബൈ സമയം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചലനവുമായി ബന്ധപ്പെട്ട് ഇനി വരുന്നത്. പ്രവേഗവും വേഗം, സദിശ അളവുകളും അദിശ അളവുകളും ഉള്ള പട്ടികപ്പെടുത്തൽ വേണം. അതുപോലെ തന്നെ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞാലാണ് നമ്മൾ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷനിലേക്ക് നമുക്ക് കടക്കാൻ പറ്റും. അപ്പോൾ കണികാഗതികം അല്ലെങ്കിൽ പാർട്ടിക്കിൾ ഡൈനാമിക്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. പാർട്ടിക്കിൾ ഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തു ചലനത്തിലായിരിക്കുമ്പോൾ അതിന്റെ ബലവും അതുപോലെ തന്നെ പ്രയോഗിക്കുന്ന ബലങ്ങളും അതിന്റെ എഫക്റ്റുകളും ഫലങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് കണികാഗതികം എന്ന് പറയുന്നത്. അതിൽ എന്താണ് ചലനം എന്ന് പറഞ്ഞു, അവലംബക വസ്തു എന്താന്ന് പറഞ്ഞു, ചലനം ആപേക്ഷികമാണെന്ന് പറഞ്ഞു. ഒരു വസ്തു ചലനത്തിലാണെന്ന് പറയാൻ നമ്മൾ എന്തിനെ അടിസ്ഥാനമാക്കിയാണ് പറയുന്നത്? അതിനെ നമ്മൾ അവലംബക വസ്തു എന്ന് പറഞ്ഞു. ബലവും ചലനവും എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പറഞ്ഞു. നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിനെ ചലിപ്പിക്കാനും ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ നിശ്ചലമാക്കാനും നമുക്ക് ബലം പ്രയോഗിക്കണം. പുറത്തുനിന്ന് ബാഹ്യബലം പ്രയോഗിക്കണം. ഇവിടെ നോക്കിയാൽ നമ്മൾ അടുത്ത ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷനിലേക്ക് എത്തുള്ളൂ. ഇത് നമ്മൾ ദൂരം സ്ഥാനാന്തരം എന്താന്ന് പറഞ്ഞു, തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറഞ്ഞു. ദൂരം എന്താണ്, സ്ഥാനാന്തരം എന്താണ്, സദിശമാണോ അദിശ അളവാണോ, യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ വേഗം പ്രവേഗം പറഞ്ഞു. വേഗം എന്താണ്, യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരമാണ്
വേഗം. യൂണിറ്റ് സമയത്തിലുണ്ടായ സ്ഥാനാന്തരമാണ് പ്രവേഗം. അതിന്റെ യൂണിറ്റുകൾ ഇത്രയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തു. 2-3 പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു. ഇത് 8, 9, 10 എല്ലാത്തിലും കൂടെ വരുന്ന ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.